അവിടെ കൃത്യമായി കുത്തിയിട്ടുണ്ട്. അവിടെ ദൃശ്യങ്ങൾ, നമ്മുടെ റിപ്പോർട്ടറിന്റെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കാറിന്റെ ഗ്ലാസിൽ ഈ കരിങ്കൊടിയുടെ കമ്പ് വെച്ച് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ കുത്തിയിട്ടില്ല, ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചതേ ഉള്ളൂ എന്നായിരുന്നു ആദ്യത്തെ വേർഷൻ. പക്ഷെ അവിടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ ആഖ്യാനം അങ്ങ് മാറി. അവിടെ കൃത്യമായി വകുപ്പിട്ടത് എപ്പോഴാണ്? ഈ പബ്ലിക് പ്രോപ്പർട്ടി അല്ല, ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണല്ലോ. ഗുരുതരമായ വകുപ്പ് 124 രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ട് ഇടുന്നൊരു വകുപ്പാണ്. അത് വളരെ പ്രധാനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ എഫ്ഐആറിന്റെ പ്രത്യേകത എന്താ? ഇവർക്കാർക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് തന്നെ. അതിനകത്ത് ഗവർണർക്ക് ഒരു വരി പോലും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടി വന്നില്ല. ഇങ്ങനെയുള്ള വകുപ്പ് ചുമത്തണമെന്ന് പറയേണ്ടി വന്നില്ല. ഗവർണർ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ സംസാരിച്ചിരുന്നു. അതെ, DGP സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ DGP കണ്ടിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല തിരുവനന്തപുരത്തൊരു പരിപാടിയിൽ. അപ്പോൾ പൊതുവെ ആർക്കും മുഖം കൊടുക്കാതെ ഒരു പരിഭവങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗവർണർ വേഴ്സസ് CM എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ അത് അത്ര ഗ്രേവായൊരു സിറ്റുവേഷനല്ല. ഞാൻ വിചാരിക്കുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രം ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് വികസിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേന്ദ്രത്തിന് ഇടപെടാൻ വരുന്നൊരു സാഹചര്യമൊന്നുമില്ല. പിന്നെ ആകപ്പാടെ ഈ പറയുന്ന 30 പേരുടെ CRPFൻ്റെ അത് സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിന് രാജ്ഭവനിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കൊരു ഇൻറ്റിമേഷൻ പോയിരിക്കുകയാണ്. ഗവർണർ ഇങ്ങനൊരു സ്ഥലത്ത് പോയി കുത്തിരിക്കേണ്ടി വന്നു, ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രയോഗം നടത്തിയവരെ പോലീസ് കാര്യമായി പരിഗണിച്ചിട്ടില്ല, ഗവർണർക്ക് ഇങ്ങനെയുള്ള ഭീഷണികളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പ്രോസസ്സാണ് ഈ CRPFൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും കാണേണ്ട, കേന്ദ്രത്തിൻ്റെ ഒരു വലിയ ഇടപെടലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അതിനെ. പക്ഷേ CRPF വരുമ്പോൾ ഇനി ഈ പ്രതിഷേധ സമരവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എടുക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കില്ല. അത് വരാനൊന്നും കഴിയില്ല. പക്ഷേ അപ്പോഴും ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്, പോലീസ് തന്നെ നിയന്ത്രിക്കും. CRPF ചുറ്റും നിന്ന് അത് പ്രതിരോധിക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ബ്ലാക്ക് കാറ്റ്സ് വരുന്നുണ്ട്, SPG വരുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു അൺവാണ്ടഡ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ, ഇപ്പം പ്രധാനമന്ത്രിക്കെതിരെ ഒരു മൂവ് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോലീസ്, ഇപ്പം ഇന്ദിരാഗാന്ധിക്കെതിരെ വെടിയുതിർക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ആക്ട് ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റി പേഴ്സണലാണ്. അത്തരം സിറ്റുവേഷനിലൊക്കെ അല്ലേ ഉള്ളൂ. അല്ലാതെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് പോലീസാണ്, അല്ലെങ്കിൽ ലോക്കൽ പോലീസാണ്. CRPF വളരെ ശക്തമായി കോർഡൺ ചെയ്യും. അത് വലിയൊരു, ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇറ്റ് ഇസ് നോട്ട് ഈസി, എളുപ്പമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത്. ഈ സമരം മാത്രമല്ല, ഇനിയിപ്പോൾ കോടതിയിലുള്ള കേസുണ്ട് അല്ലേ, പിന്നെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട നിയമനങ്ങളുണ്ട്. ഇതിലൊക്കെ ഈ പറയുന്ന പോര് തുടരുമെന്നുള്ള കാര്യത്തിലൊരു സംശയം അല്ല, ഇനി അങ്ങോട്ടേക്ക് തുടരുകയാണല്ലോ. കാരണം വെച്ചാൽ ഇപ്പം ഈ പറയുന്ന കണക്ക് ഞാൻ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞിരുന്നല്ലോ, ഇതിപ്പോൾ 3 യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ട്, ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പിന്നെ 2 ഹൈക്കോടതി ജഡ്ജ്മെന്റ്, അപ്പോൾ അങ്ങനെ 3 പേര് പോയി. 5 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കാലാവധി കഴിഞ്ഞു, അവർ കാലാവധി കഴിഞ്ഞു പോയി. ഇനി ഒരു 4 വൈസ് ചാൻസലർമാരുടെ പ്രശ്നമുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം. അവരേക്ക് ഇദ്ദേഹം നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ഗവർണർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ നോട്ടീസ് കൊടുത്ത് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളുകളും പുറത്താകും. അപ്പോൾ കേരളത്തിലെ 10-13 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്തൊരു സാഹചര്യം വരും. വൈസ് ചാൻസലർമാരെ നിയമിക്കണമെങ്കിൽ നിയമസഭ പാസാക്കിയ പുതിയ ബില്ല് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കഴിയുകയുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇത് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാത്തതുകൊണ്ട് ഗവർണറാണ് തടസ്സം എന്നുള്ളതിലേക്കാണ് ആ ആർഗ്യുമെൻറ്റ് പോകുന്നത്. സോ ഈ പറയുന്ന ക്രൈസിസ് മുന്നോട്ട് പോവുക തന്നെയാണ്. അത് ഗവർണർ വേഴ്സസ് സ്റ്റേറ്റ് എന്നതിനേക്കപ്പുറം ചാൻസലർ വേഴ്സസ് സ്റ്റേറ്റ് ആണ്. അതിനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ശരി, കൈവിട്ട കളിയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. കൈവിട്ട കളിയാണ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.